ഇത് ഓരോരോ സ്ഥലത്തും എസ്പെഷ്യലി നോർത്ത് കേരള കണ്ണൂരിലായിരുന്നു ഏറ്റവും കൂടുതൽ കാഷ്യൂസ് ആൻഡ് ഏറ്റവും നല്ല കാഷ്യൂസ് ഇൻ ദ വേൾഡും അവിടെയായിരുന്നു. അവിടെ ഓരോരോ കളക്ഷൻ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, ഓരോരോ ആളുകളുണ്ടായിരുന്നു ഹു വെർ ബേസിക്കായിട്ട് ഈ കളക്ഷൻ വാസ് ഓൾ ഡൺ ബൈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു ത്രൂ ഔട്ട് ഈ നോർത്ത് കേരള. ദേ വെർ കൺട്രോളിങ് ഇറ്റ് വളരെ നന്നായി എഫിഷ്യൻ്റ് ആയിട്ട് അവർ പോയി കളക്ട് ചെയ്ത്. ഈ സാധാരണ ഈ ഫാംസ് എന്ന് വെച്ചാൽ എല്ലാം ഇവിടെ ഒരിക്കലും കാഷ്യൂവിന് പ്ലാന്റേഷൻ സ്റ്റാറ്റസ് കൊടുത്തില്ല. പ്ലാന്റേഷൻ സ്റ്റാറ്റസ് വാസ് ഗിവൻ ഫോർ റബ്ബർ, ടീ, കോഫി എല്ലാവ. ആൻഡ് ഇത് നമ്മൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും പ്ലാന്റേഷൻ സ്റ്റാറ്റസ് കൊടുത്തില്ല. അതുകൊണ്ട് പതുക്കനെ വേൾഡിലെ 16% ഓഫ് ഓൾ ദ കാഷ്യൂസ് പ്രൊഡ്യൂസ് വാസ് ഇൻ കേരള അലോൺ. അതുകൊണ്ട് കേരള ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത ലോകം അനങ്ങുമായിരുന്നു. ബിക്കോസ് അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പം ആ സ്ഥലത്ത് ഇത്രയും നല്ല കാഷ്യൂസ് വന്നിട്ടായിരുന്നു പിന്നെ കൊല്ലത്ത് വന്നത്. ഇത് കാഷ്യൂസ് ആദ്യമേ ഇന്ത്യയെ കൊണ്ടുവന്ന ഗോവയിലാണ്. അത് പോർച്ചുഗീസ് അവിടെ കൊണ്ടുവന്ന് അത് ബേസിക്കായിട്ട് ഈ വാട്ടർ ഈ ഷോറിൽ നിന്ന് ഈ സാൻഡ് ഒലിച്ചു പോയത്, സോയിൽ ഇറോഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ കാഷ്യൂസ് ആദ്യമേ കൊണ്ടുവന്ന് വെച്ചത്. അത് ഇവർക്ക് ഗോവയിൽ ആളുകൾ സ്റ്റാർട്ടഡ് യൂസിങ് അതിൻ്റെ കശു മാങ്ങ ഫോർ മേക്കിംഗ് കാഷ്യൂ ഫെനി. അത് ഈ ഗവൺമെൻറ്, പോർച്ചുഗീസ് ഗവൺമെൻറ് എൻകറേജ് ചെയ്തു സോ ദാറ്റ് പീപ്പിൾ വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു എ റെവല്യൂഷൻ, ഒരു ഫൈറ്റ് ചെയ്യാൻ തോന്നില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കനെ പിയർസ്ലിസ്ലി മംഗലാപുരത്ത് കോഫി എല്ലാം ചെയ്യുന്ന കൂടെയാണ് ഈ കാഷ്യൂ ബിസിനസ് അവിടെ തുടങ്ങിയത്. അപ്പം അവിടെയും കുറച്ച് കൊച്ചു കുടിൽ വ്യവസായം തുടങ്ങിയായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് ഒരു ഓപ്പറേഷനിലാക്കി കൊണ്ടുവന്നത് വാസ് വാട്ട് അച്ഛനും ചേട്ടനും എല്ലാം അങ്ങ് ചെയ്ത്. എൻ്റെ അങ്കിൾസ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. രവീന്ദ്രനാഥൻ നായർ, അഗെയിൻ ഹി ഗോട്ട് എ ലോട്ട് ഓഫ് നാഷണൽ അവാർഡ്സും അന്നത്തെ ഹയസ്റ്റ് ടാക്സ് പെയർ ഇൻ ദി കൺട്രി എല്ലാമായിട്ട് ഉള്ള ആളുകൾ. ഇവരെല്ലാവരും ആ സിസ്റ്റംസ് എല്ലാം ഓരോ നട്ട് ഒരു ഫാക്ടറി കയറിയ എങ്ങനെയാണ് വർക്ക് ഷീറ്റ്സ് ഉണ്ടാക്കേണ്ടത് സോ ദാറ്റ് നമുക്കറിയാം എന്തെങ്കിലും കളഞ്ഞു പോയാലോ ഔട്ട് ടേൺ. എല്ലാ സ്ഥലത്തെയും ഈ ഔട്ട്പുട്ട് ഡിഫറെൻ്റ്, എല്ലാ കൊച്ചു സ്ഥലത്തെ ഡിഫറൻസ്. ഇപ്പോൾ കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും കൊല്ലമാണെങ്കിലും തിരുവനന്തപുരത്ത് കുറച്ച് കാഷ്യൂസ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും കാഷ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഈൽഡ് കുറവാണ്, ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ഏതെല്ലാവാ ഈൽഡ്, എവിടെ നിന്നെല്ലാവാ കിട്ടുന്നത്. ആ സമയത്തുള്ള ഈ മഴയുടെ സമയത്ത് ഇതിൻ്റെ കാഷ്യൂസിൻ്റെ ക്വാളിറ്റി കുറയും. അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡ്രൈ ചെയ്യേണ്ടത്, എത്ര സമയമാണ് ഡ്രൈ ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് സൺ വന്നാൽ എങ്ങനെയാണ് അത് കവർ ചെയ്യേണ്ടത്. അപ്പം അന്നൊരു ഫാക്ടറിയിലെല്ലാം ഞാൻ തന്നെ എല്ലാം കൊച്ചിലെ തന്നെ ഫാക്ടറി പോയി താമസിക്കുകയാണ്. ഒരു മഴ വരുമ്പോൾ ഒരു ടേർപോളിനെടുത്ത് എല്ലാവരും കൂടി അങ്ങ് ഓടും ഈ കാഷ്യൂസ് അങ്ങ് കവർ ചെയ്ത് വെക്കാൻ. അത് കഴിഞ്ഞ് വെയിൽ വരുമ്പം മാറ്റാനായിട്ട്. ഇതെല്ലാം കേരളയിൽ യു നോ ദാറ്റ് ഈ മഴ സീസൺ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. ഈ ഒരു ഹോൾ ഒരു സ്ട്രക്ചറും സിസ്റ്റംസ് ആ സെയിം സിസ്റ്റംസാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. അന്ന് ഇവർ കുറേ കൂടെ മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ ഈ കാഷ്യൂസ് ഈ ഫുഡ് പ്രോഡക്ട്സിനെല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ ഡിറ്റീറിയേറ്റ് ചെയ്യും. നമ്മൾ വെളിയിൽ വെച്ച ഏത് പ്രോഡക്റ്റ് ആയാലും ഫ്രഷായിട്ട് കഴിക്കുന്നതിൻ്റെ അത്രയും രുചി വേറെ ഒന്നുമില്ല. പക്ഷെ അതല്ലാതെ കൂടുതൽ സമയം വെക്കണമെങ്കിൽ ഒരു വിറ്റ പാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഒരു കാര്യം തുടങ്ങിയാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് കാഷ്യൂസിൽ ഒരു ടിന്നിൽ വെച്ച് അത് അടച്ചിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും ഗ്രോ ചെയ്യത്തില്ല. അപ്പോൾ അത് ഇനേർട്ടായിട്ട് അങ്ങ് മാറും. അപ്പോൾ അത് ജനറൽ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ കമ്പനി ഈ കാഷ്യൂസ് അവിടെ വേണം എന്ന് പറഞ്ഞിട്ട് അത് പേറ്റൻറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ പാക്കിംഗ് എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയത് തൊട്ട് ഇത് ഈ കേർണൽസ് എടുത്ത് ഡ്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ബിക്കോസ് അതിൻ്റെ അകത്ത് മോയ്സ്ചർ മാറിയാലേ ഒരു ഈ ക്രിസ്പിനെസ് വരുത്തുള്ളൂ. ഒരു കിലുക്കം കേൾക്കും, ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു കിലുക്കം കേൾക്കണം. അങ്ങനെ ഇരുന്നാലേ ഉള്ളൂ, മോയ്സ്ചർ കുറഞ്ഞിരുന്നാലേ ഉള്ളൂ ഇൻഫെസ്റ്റേഷൻ്റെ പോസിബിലിറ്റി കുറവും കൺസ്യൂമേഴ്സ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് തോന്നാനായിട്ട്. അതായിരുന്നു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. ആ പ്രോസസ്സിങ് നമ്മൾ അന്ന് ലീവേഴ്സിൻ്റെ റിസർച്ച് ആളുകളെ കൊല്ലത്ത് വീട്ടിലെല്ലാം എൻ്റെ കൂടെയായിരുന്നു താമസിക്കുന്നത്.
അവരാണെങ്കിൽ എയർ ബ്ലോ ചെയ്തിട്ട് ഈ ഡ്രൈയിങ് ത്രൂ ഔട്ട് ദി ഒരു ഓവൻ ഉണ്ടായിരുന്നു. പണ്ട് ഇവിടെ നമ്മൾ ഈ വുഡെല്ലാം ഇട്ട് താഴെ വെച്ച് ചൂടാക്കി ഈ ഡ്രൈ ചെയ്യുന്നതായിരുന്നു. അപ്പം താഴത്തെ കാഷ്യൂസ് കൂടുതൽ അങ്ങ് കളറ് വരും, മോളി അത്ര ഡ്രൈ ആവത്തില്ല. ഇത് എയർ വെച്ചിട്ടാവുമ്പം ഫുൾ സ്ഥലത്ത് ഈക്വലായിട്ട് ഡ്രൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് നല്ല ലീപ്സ് ആയിരുന്നു ഓൺ ഹൗ ദ പ്രോസസ്സിങ് ഷുഡ് ബി ഡൺ. 98% ഓഫ് ദി കാഷ്യൂസ് അന്ന് നോൺ ബ്രോക്കൺ ആയിട്ടായിരുന്നു വരുന്നത്. 2% ഉള്ളായിരുന്നു ബ്രോക്കൺ. ഇന്നും മെഷീനറിയിൽ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ 65% ഉള്ളൂ ഹോൾസ്, ബാക്കിയെല്ലാം ബ്രോക്കൺസാണ്. അന്ന് ഈ ജോലിക്കാരെയും എല്ലാം വെച്ചിട്ട് ആ പ്രോസസ്സും ഓരോ നട്ടും പീപ്പിൾ വെയർ കെയർഫുൾ. അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എല്ലാവരും ഒരു ലവ് വെച്ചിട്ട്, അതൊരു ആദരം വെച്ചിട്ടായിരുന്നു ഈ ഒരു പ്രോസസ്സിങ് എല്ലാം ചെയ്തത്. എവറി നട്ട് വാസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാര്യം, അതൊരു എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റി ആയിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ്. എവരിബഡി ഇൻ ദ സിസ്റ്റം ടു ആക്ച്വലി ടേക്ക് കെയർ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്.